بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഖാല നിസ്വത്തുൻ ബിൽ മദീനത്തിൻ ദാത്തുൽ അസീസ് തുറാബിദു നഫ്സി ഖദ് ശഗഫ ഹുബ്ബൻ ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ എന്നുള്ളത്. പട്ടണത്തിലെ പെണ്ണുങ്ങൾ പറയുകയുണ്ടായി, ദാത്തുൽ അസീസ് അസീസിന്റെ ഭാര്യ തുറാബിദു ഫത്താഹ അവളുടെ വേലക്കാരനെ വശീകരിക്കുന്നു. നഫ്സീഖദ് ശഗഫ ഹുബ്ബൻ അവൾ അവനോടുള്ള പ്രേമത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു, ശക്തിയായ പ്രേമത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നും ഇന്നാല നറാഹ ഫീ ളലാലിൻ മുബീൻ അവളെ ഞങ്ങൾ കാണുന്നു, വ്യക്തമായ വഴികേടിലായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ള ആയത്ത് ഇന്നലെ നമ്മൾ എടുത്തു. ഈ വിവരം അസീസിന്റെ ഭാര്യ അറിഞ്ഞപ്പോൾ ഇത് അവരുമായി സംസാരിച്ചു. അപ്പൊ അവൾക്ക് യൂസുഫിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അത്ര വലിയ ഹുസ്നിയത്തുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള യൂസുഫിനെ ഒന്ന് കണ്ടാൽ തരക്കില്ല എന്നായി. അങ്ങനെ പറഞ്ഞപ്പോൾ ആയതിനു വേണ്ടി ഒരു വിരുന്ന് നിശ്ചയിച്ചു. ആദ്യം 5 സ്ത്രീകളാണ് പട്ടണത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ 5 പേരുടെ ഭാര്യമാരാണ് ഇങ്ങനെ സംസാരിച്ചതായിട്ട് അറിഞ്ഞത്. അപ്പോൾ അവരോടുകൂടെ ഒരു 40 പേരെ ഈ വിരുന്നിന് ക്ഷണിച്ചു. അതാണ് ഈ 31-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന അവൾ കേട്ടപ്പോൾ ബിമക്രിഹിന്ന അവരുടെ സംസാരത്തെ അർസലത്ത് ഇലൈഹിന്ന അവരിലേക്ക് അയച്ചു. വായത്തദത്ത് ലഹുന്ന അവർക്ക് നൽകി മുത്തക്കൻ ഇരിപ്പിടം, ചാരിരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ നൽകി. വാത്തത്ത് കുല്ല വാഹിദത്തിൻ ഓരോരുത്തർക്കുമായി അവൾ നൽകി, അവരിൽ നിന്നുള്ള ഓരോരുത്തർക്കുമായി അവൾ നൽകി സിക്കീനൻ കത്തി. കാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു ഉഖ്റുജ് അലൈഹിന്ന യൂസുഫിനോട്, ഉഖ്റുജ് അലൈഹിന്ന അവരിലേക്ക് പോകാൻ. അങ്ങനെ യൂസുഫ് പോയി, സ്ത്രീകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ യൂസുഫ് അവിടേക്ക് പോയി. അവർ കാണാനിടയായി യൂസുഫിനെ. ഫലമ്മാറഅയ്നഹു യൂസുഫിനെ അവർ കണ്ടപ്പോൾ അക്ബർനഹു അവർ ആശ്ചര്യപ്പെട്ടു പോയി. യൂസുഫിന്റെ ഭംഗിയും ആകാര സൗന്ദര്യവും കണ്ടുകൊണ്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി. ഇതിലിടയ്ക്ക് അവരുടെ കയ്യിലുള്ള കത്തിയുടെ കാര്യം മറന്നു, കൈ മുറിക്കുകയും ചെയ്തു. ഭർത്താവിനായി തോന്നുന്ന കൈ മുറിക്കുകയും ചെയ്തു. വഖുൽന അവർ പറഞ്ഞു ഹാശലില്ല അല്ലാഹു പരിശുദ്ധനാണ്, മാഹാദാ ബശറൻ ഇതൊരു മനുഷ്യനല്ല എന്നൊരു ആശ്ചര്യമായ ഒരു കാര്യം കണ്ടാൽ അറബിയിൽ പറയും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഹാശലില്ല എന്നൊക്കെ പറയും. ആ നിലയിൽ വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഇവർ കണ്ടത്.
എന്താ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു മനുഷ്യനല്ല, ഒരു മാലാഖയാണ്, ബഹുമാന്യനായ ഒരു മാലാഖയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നവര് ഉറക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ മുമ്പ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഇത് അല്ലാഹ് പരിശുദ്ധനാണ് എന്ന് പറയുന്ന അർത്ഥത്തിനുള്ള ഹാഷലില്ല എന്ന് പറഞ്ഞു. ഹാഷലില്ലാവും സുബ്ഹാനല്ലാഹും ഒക്കെ ഒരേ മീനിങ് ആണ്. അല്ലാഹു പരിശുദ്ധനാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധനാകുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഹാഷലില്ല എന്ന് പറഞ്ഞു. മാഹാദ ബശറൻ, ഇത് മനുഷ്യനല്ല, ഇൻഹാദ ഇല്ല മലക്കും കരീം, ഇതൊരു ബഹുമാന്യനായ ഒരു മാലാഖയല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല, മനുഷ്യരിൽ ഇത്രയും സൗന്ദര്യമുള്ള ആളുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫലമ്മ സമയത്ത് അവൾ കേട്ടപ്പോൾ മക്കിരിഹിന്ന ഇവരുടെ സംസാരം, എന്താ സംസാരം കേട്ടത്? അസീസിന്റെ ഭാര്യ തുറാബിദുഖത്താഹ, അവളുടെ ഭൃത്യനെ, അവളുടെ വേലക്കാരനെ വശീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് തന്നെയല്ല, ഇത് കൊട്ടാരത്തിൽ ജോലിയുള്ള 5 പ്രധാനപ്പെട്ട ആളുകളുടെ ഭാര്യമാരാണ് ഇവര് ഈ പറഞ്ഞത്. ഇവരുടെ ഇടയ്ക്ക് നടന്ന സംസാരമാണ്, രഹസ്യമായിട്ടുള്ള സംസാരമാണെങ്കിലും അത് കൊട്ടാരത്തിൽ നടന്ന സംഭവം അതീവ രഹസ്യമായിരുന്നു. പക്ഷെ അത് ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് പരസ്യമായി. അങ്ങനെ പരസ്യമായ കാര്യങ്ങൾ ഈ 5 പേരും ചർച്ച ചെയ്തു. അതാണ് ഫലമ്മ സമയത്തിന്റെ മക്കരിഹിന്ന എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ചർച്ച ചെയ്തിട്ട് ഈ വിവരം അവൾ അറിഞ്ഞപ്പോൾ അവർ ഉൾപ്പെടെയുള്ള 40 പേർക്ക് ക്ഷണക്കത്ത് നൽകി, അല്ലെങ്കിൽ ക്ഷണിച്ചു അവര് ഈ ഒരു പാർട്ടിക്ക് വേണ്ടി. അങ്ങനെ പാർട്ടി നടക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി അതീവ സുന്ദരമായ അല്ലെങ്കിൽ സിറ്റ് ഔട്ടുകളൊക്കെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ സദസ്സില്, മജ്‌ലിസ് സദസ്സില് തലയാണകളും മറ്റുള്ള വിരുട്ടുകളും ഇതൊക്കെ അവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ചാരിയിരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വലിയ ഉന്നതരായ കൊട്ടാരത്തിലുള്ള വിരുന്നാണല്ലോ, അപ്പൊ അതിൻ്റെതായ ഗമയുണ്ടാകും. വാത്തത്തെ കുല്ലവാഹിദത്തിൽ നിന്നുള്ള സെക്കീനം തന്നെയല്ല, അവർ ഓരോരുത്തർക്കും ഓരോ കത്തി നൽകിയിട്ടുണ്ട്, ഭക്ഷണം മുറിച്ച് കഴിക്കാൻ വേണ്ടി, പഴങ്ങൾ മുറിക്കാനും മറ്റൊക്കെ ആയിട്ട്. അപ്പോ കാലത്ത് ഖുറുജ് എന്നിട്ട് യൂസുഫിനോട് പറയാണ്, ഖുറുജ് അലൈഹിന്ന, അവരുടെ അടുത്തേക്ക് ചെല്ല്. അവരുടെ അടുത്തേക്ക് യൂസുഫ് അപ്പോൾ അങ്ങ് മറിഞ്ഞിരിക്കുകയായിരുന്നു, കുറച്ചപ്പുറത്തായിട്ട് അവിടെ തിരികെ യൂസുഫിനെ എവിടേക്കൊന്നും വരാൻ സമ്മതിക്കാതെ. എന്നിട്ട് ഇവര് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് യൂസുഫിനോട് പറഞ്ഞു, ഇമ്രാത്തുൽ അസീസിന്റെ ഭാര്യ പറഞ്ഞു അവരുടേക്ക് പോകാൻ പറഞ്ഞു, അവരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. പരമ്മ റായിനോ, അങ്ങനെ യൂസുഫ് പോയി. അപ്പോൾ അവർ കാണാനിടയായി. യൂസുഫിനെ കണ്ടപ്പോൾ അവർ ആശ്ചര്യഭരിതരായി. അക്ബർ നഹു, പരമ്മ റായിനഹു അക്ബർ നഹു, ആശ്ചര്യഭരിതരായി. അവരവരുടെ കയ്യിലുള്ള കത്തിയുടെ കാര്യം തന്നെ മറന്നുപോയി, കൈ മുറിക്കുകയും ചെയ്തു. ഫത്താനായിദിയഹുന്ന, കൈ മുറിച്ചു. അവര് പറഞ്ഞു, ഹാഷലില്ലാ, അല്ലാഹു എത്ര പരിശുദ്ധൻ. ആശ്ചര്യകരമായ എന്തെങ്കിലും കണ്ടാൽ പറയുന്നതാണ് സുബ്ഹാനല്ലാഹ്, ഹാഷലില്ല എന്നൊക്കെ. അതാണ് അവിടെ എടുത്തു പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞു, മാഹാദ, എന്നിട്ട് പറയാണ് മാഹാദ ബശറൻ, ഇത് മനുഷ്യനല്ല, മനുഷ്യനല്ല എന്നവർ തീർത്ത് പറയാണ്. ഇത് മനുഷ്യരിൽ ഇത്രയും ആകാര ഭംഗിയുള്ള ഒരാളുണ്ടാവില്ല. ഇൻഹാദ, ഇതല്ല, ഇല്ല മലക്കും കരീം, മാന്യനായ ഒരു മലക്കല്ലാതെ അറിവില്ല, മലക്ക് മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയാറ്. മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഇതൊരു മലക്കാണ്, ഒരു മാലാക്കയാണ്. മാലാക്കകൾ നല്ല സൗന്ദര്യമുള്ളവരാണെന്നാണല്ലോ പൊതുവെ ഒരു വെപ്പുണ്ടല്ലോ. അങ്ങനെ ആ നിലയ്ക്ക് പറഞ്ഞ മലക്കുകളെ ആരും കണ്ടിട്ടല്ല പറയണത്. മനുഷ്യനൊന്നും മലക്കുകളെ കാണില്ല, കണ്ടിട്ടില്ല. പക്ഷെ കണ്ടിട്ട് പറയുന്നത് അല്ലാത്തൊരു പ്രയോഗമാണ്.
മലക്കുകൾ മാലാഖയാണ് എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. ആ നിലക്ക് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ മലക്കുകളാണ് ഏറ്റവും ഭംഗിയുള്ളവർ. മനുഷ്യന്മാരുടെ ഇത്ര ഭംഗിയുള്ള ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ ധാരണ. എന്നിട്ട് അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ കാലത്ത് അപ്പോൾ അവർ അസീസിന്റെ ഭാര്യ പറയാണ്, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതിനാണ് എന്നെ നിങ്ങൾ ആക്ഷേപിച്ചത് അല്ലേ എന്ന് അവിടെ വെച്ച് ചോദിക്കുക. കാലത്ത് അസീസിന്റെ ഭാര്യ പറഞ്ഞു, ഇതാണ് അല്ലദീലും തുന്നനി ഫീഹി, എന്നെ നിങ്ങൾ ആക്ഷേപിച്ചത് എന്തിനാണോ ആ കാര്യമാണ് ഇത്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, തീർച്ചയായിട്ടും ഞാൻ അവനെ വശീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്തഅസമ, അപ്പോൾ അവൻ അതിൽ നിന്ന് തടഞ്ഞു അല്ലെങ്കിൽ അതിനെ എതിർത്തു. വഇല്ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവനോട് കൽപ്പിക്കുന്നതിനെ അവൻ ചെയ്തില്ലെങ്കിൽ ലയുസ്ജനന്ന, ഞാൻ അവനോട് കൽപ്പിക്കുന്നത് എന്താണോ അത് അവൻ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ, കാരണം എന്റെ അബുദാണ് അവൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അബുദാണ്, അവനെ വില കൊടുത്ത് വാങ്ങിയതാണ്. ഒരു അബുദിന്റെ കടമ സയ്യിദിന് അല്ലെങ്കിൽ സയ്യിദത്തിന്, യജമാനന് അല്ലെങ്കിൽ യജമാനത്തിക്ക് അവര് പറഞ്ഞ അനുസരിക്കലാണ് കടമ. അത് ചെയ്തില്ലെങ്കിൽ ലയുസ്ജനന്ന, അവനെ ജയിലിൽ അടക്കപ്പെടും. വലയക്കൂനൻ, അവൻ ആവുകയും ചെയ്യും. മിനസ്സാഗരീൻ, നിന്ദ്യരിൽപ്പെട്ടവനായും ചെയ്യും. അപ്പൊ വളരെ നിന്ദ്യത കൈവരിക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടിയും വരും, ഞാൻ പറഞ്ഞത് അവൻ ചെയ്തില്ലെങ്കിൽ എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. ഇത് യൂസുഫ് നബി കേൾക്കുക. കേട്ടപ്പോൾ അദ്ദേഹം പറയാം, ഖാല റബ്ബി സ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. യൂസുഫ് നബി പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, അസ്ജിനു, ജയില്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ജയില് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഇവര് എന്തിനു വേണ്ടിയാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കുന്ന കാര്യത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയിലാണ് എന്നാണ് പറഞ്ഞത്. ഖാല റബ്ബി സ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി, അവർ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയിലാണ്. ഇല്ല തസ്രിഫാനി, എന്നിൽ നിന്ന് നീ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ, കൈദഹുന്ന, അവരുടെ തന്ത്രങ്ങൾ, അസുബുലൈഹിന്ന, ഞാൻ അതിൽപ്പെട്ടു പോകും, വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ വിവരമില്ലാത്തവരിൽ പെട്ടവനാവുകയും ചെയ്യും. പടച്ചവനെ, എനിക്ക് അവർ എന്നെ ക്ഷണിക്കുന്നത് എന്താണോ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയിലാണ്. ജയിലിൽ പോയാലും ജയിലിൽ കിടന്നാലും എനിക്ക് വിരോധമില്ല. വയില്ലാത്ത തസ്രിഫാനി, ഈ ഇവരുടെ തന്ത്രങ്ങൾ എന്നിൽ നിന്ന് നീ ഒഴിവാക്കിയില്ലെങ്കിൽ, അസ്ബുലൈഹിന്ന, ഞാൻ അതിൽ പെട്ടുപോകും, വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടവനാവുകയും ചെയ്യും. അതുകൊണ്ട് പടച്ചവനെ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ്സമീഉൽ അലീം. അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു, ഉത്തരം നൽകി. അവരുടെ തന്ത്രങ്ങളെ യൂസുഫ് അലൈഹിസ്സലാമിൽ നിന്ന് തിരിച്ചുവിട്ടു. ഇന്നഹു ഹുവസ്സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാണ്. ഫസ്തജാബ ലഹു റബ്ബുഹു, യൂസുഫ് അലൈഹിസ്സലാമിന് മറുപടി നൽകി റബ്ബുഹു, അദ്ദേഹത്തിന്റെ രക്ഷിതാവ്.
സറഫാൻഹു എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചുവിട്ടു കൈതഹുന്ന ഇവരുടെ തന്ത്രങ്ങളെ. ഇന്നഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ സമീഉ അവൻ കേൾക്കുന്നവനും അൽ അലീം സർവജ്ഞനുമാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ദുആ ചെയ്യാനുണ്ടായ സന്ദർഭം എന്താ? സ്ത്രീകൾ കൈമുറിച്ചു. അവർ പറഞ്ഞത് മലക്കാണ്, മനുഷ്യനല്ല. ഇത് കേട്ടപ്പോൾ അസീസിന്റെ ഭാര്യ പറയാണ്, ഇതിനാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യം? മനുഷ്യനല്ല, മലക്ക് തന്നെ, അത്രയും സൗന്ദര്യ എന്ന് അസീസിന്റെ ഭാര്യ പറഞ്ഞു. അതുകൊണ്ട് ഇതിനല്ലേ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത്? ഞാനാണ് അവനെ വശീകരിച്ചത് എന്നുള്ള കാര്യം അവൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അവൻ അതിനെ തടഞ്ഞു, അതിനെതിരായി. അപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ജയിലിലടക്കും. അവൻ വളരെയധികം മോശക്കാരിൽപ്പെട്ടവനാവുകയും ചെയ്യും എന്നുള്ള വിവരം പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാം കേൾക്കുകയാണ്. കേട്ടപ്പോൾ പ്രാർത്ഥിച്ചു റബ്ബിനോട്, പഠിച്ചവനെ, ജയിലാണ് എനിക്ക് ഏറ്റവും നല്ലത് ഇവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ. അതുകൊണ്ട് ഇവരുടെ തന്ത്രങ്ങളെ എന്നിൽ നിന്ന് നീ തിരിച്ചുവിടണമേ, അല്ലെങ്കിൽ ഞാൻ അതിലകപ്പെട്ടു പോവും, ഞാൻ ജാഹിലീങ്ങളിൽപ്പെട്ടവനാകും. എനിക്കിവിടെ സംരക്ഷണം ആരുമില്ല റബ്ബേ, നീ മാത്രമേ ഉള്ളൂ. കാരണം ഈ കൊട്ടാരത്തിൽ ഞാനൊരു അബദാണ്, ഇവരുടെ അബദാണ്. ഈ അബദിന് എന്ത് സ്വാധീനം ഉണ്ടാവുക? ഇവിടെ അള്ളാഹുവിന്റെ ശരിയായ കാവലില്ലാതെ ഒരു കാര്യം നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പടച്ചവനെ എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ ഇതിലകപ്പെട്ടു പോവും, ജാഹിലി വിവരമില്ലാത്ത ആളുകളിൽ പെട്ടവനാകുകയും ചെയ്യും ഞാൻ എന്നുള്ള ആ വിഷയത്തിന്റെ ഗൗരവവും സന്ദർഭവും അത്രമാത്രം വലുതാണ്. കാരണം ഒരു കൊട്ടാരത്തിൽ ഒരുത്തൻ അകപ്പെട്ടു പോയിരിക്കുക എന്നേ പറയുള്ളൂ. കൊട്ടാരത്തിൽ ആരുടെയും സംരക്ഷണമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ അവിടെ വെച്ച് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം അതിന് വലിയ ഒരു ശക്തിയുണ്ട്. ആരാരും സഹായിക്കാനില്ലാത്ത രംഗം, ആരുടെ സഹായം അവിടെ കിട്ടാനുള്ള ആരുമില്ല. വീട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതം, പിന്നെ എങ്ങനെ അവിടെ ജീവിക്കും? അതുകൊണ്ട് എനിക്ക് ജയിലാണ് നല്ലത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ജയിൽ ജീവിതം ഇഷ്ടമാണെന്ന് അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇവര് എന്നെ ക്ഷണിക്കുന്ന കാര്യത്തിൽ എനിക്ക് അതിനേക്കാൾ നല്ലത് എനിക്ക് ജയിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കൊട്ടാരത്തിലാണല്ലോ ഞാനുള്ളത്. ഈ കൊട്ടാരത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജയിലിൽ കിടന്നാലും വേണ്ടില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് വേണം. തന്നെയല്ല, എന്നിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളൊക്കെ എന്നിൽ നിന്ന് ഒഴിവാക്കി തരും ചെയ്യണം പഠിച്ചതിന് എന്നുള്ള പ്രാർത്ഥനയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുണ്ടായത്. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മറുപടി നൽകി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മറുപടി കൊടുത്തു. ആ മറുപടി അനുസരിച്ച് അള്ളാഹു അദ്ദേഹത്തിന് അവരുടെ ചതിയിൽ നിന്ന്, അവരുടെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നെ പറയുന്നത് 34-ാമത്തെ ആയത്താണ് അവസാനിച്ചത്. ഇനി 35-ാമത്തെ ആയത്ത്, പിന്നെ അവർക്ക് വെളിവായി. ആർക്ക്? ഈ അസീസിനായി. ഈ സ്ത്രീയുടെ ഭർത്താവ് അസീസ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈജിപ്ഷ്യൻ പാർലമെന്റിലെ അക്കാലത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും കുടുംബക്കാർക്കും അതാ ലഹും എന്ന് പറഞ്ഞ അവർക്ക് എല്ലാവർക്കും വ്യക്തമായി. മിൻബഅദിമാർ അവർ കണ്ടതിന് ശേഷം ആയാത്തി ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ, വലിയ വലിയ തെളിവുകളാണ് അവർക്ക് കിട്ടിയത്. എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണ് എന്നുള്ള തെളിവുകൾ അവർക്ക് ലഭ്യമായതിനു ശേഷം അവർക്ക് വ്യക്തമായി ശേഷം
ബദാലഹും അവർക്ക് വ്യക്തമായി മിൻബാദിമാറാവുല്ലായാത്തി വലിയ തെളിവുകൾ അവർക്ക് ലഭ്യമായതിനു ശേഷം അവർക്ക് വ്യക്തമായി എന്ത് യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ജയിലിലിടും അവൻ അദ്ദേഹത്തെ ജയിലിൽ ഇടാം ഹത്താ ഹീൻ കുറച്ചു കാലത്തില് ജയിലിൽ അടയ്ക്കുക. ഇതിന് വേറെ കാരണമുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഈ തെളിവുകളൊക്കെ യൂസുഫ് അലൈഹി സ്വലാമിന് അനുകൂലമായ തെളിവുകളൊക്കെ അസീസും പെണ്ണിന്റെ ഭർത്താവും ഭർത്താവിന്റെ ഉദ്യോഗസ്ഥന്മാരും കുടുംബാദികളും എല്ലാവരും ഈ തെളിവുകളൊക്കെ കണ്ടപ്പോൾ പെണ്ണൊറ്റപ്പെട്ടു പോയി. കാരണം എല്ലാ തെളിവുകളും എനിക്കെതിരായിട്ടാണ്. അപ്പോൾ അവള് ഭർത്താവിനോടൊരു കാര്യം പറഞ്ഞു. ഈ കന്നാനിയായ ഈ അബ്ദ്, കന്നാനാണ് നാട്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നാട് കന്നാൻ, അവിടെ അബ്റാനി ഭാഷ സംസാരിക്കുന്ന, അതുകൊണ്ട് ആദൽ അബ്ദുൽ അബ്റാനി, ഈ അബ്റാനി ഭാഷക്കാരനായ ഈ അബ്ദ്, ഈ അടിമ എന്നെ വഷളാക്കിയിരിക്കുകയാണ്. എനിക്ക് വഷളാവുന്ന വിധത്തിൽ എല്ലായിടത്തും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആളുകളും പറയാണ്. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം ആളുകളോട് പറയണം. ഞാൻ ഇറങ്ങിച്ചെന്ന് അവരോട് പറയാം. എനിക്ക് സമ്മതം തരാണെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെന്ന് അത് അവരോട് പറയാം. അതല്ലെങ്കിൽ അവനെ ജയിലിലിടണം എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ആവശ്യം. അതനുസരിച്ച് ഭർത്താവ് അത് അംഗീകരിച്ചു. അസീസ് അംഗീകരിച്ചു. എന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഒരു കഴുതപ്പുറത്ത് കയറ്റി നാട് നീളെ അവനെ കൊണ്ടു നടന്നു. ഒരു ചെണ്ടയും കൊട്ടിയിട്ട്, ചെണ്ട കൊട്ടി അറിയിക്കുന്ന സ്വഭാവം അന്നുണ്ട് എന്നുള്ള മനസ്സിലാവണം. നമ്മുടെ നാട്ടിലും ഏറെക്കാലമായില്ല എന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ചെണ്ട കൊട്ടി അറിയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇത് വളരെ പുരാതനമായ ഒരു ശൈലിയാണെന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം ആ കാലത്തും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോ ഇത് അന്നും ഇത് നടപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ചെണ്ടയും കൊട്ടിയിട്ട് ഇവർ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? അസീസിന്റെ ഭാര്യയെ അവരുടെ അടിമ മോശമായ കാര്യത്തിൽ ഭാര്യയുമായി ഇടപെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം, അതുകൊണ്ട് ഈ അബ്ദിനെ ജയിലിലിടും എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്, ഈ വിഷയം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും നിരപരാധിയായ ഒരു മനുഷ്യനെ ഈ നിലക്കെല്ലാം ശിക്ഷിക്കുന്നത്, ഈ നിലക്കെല്ലാം വഷളാക്കുന്നത്, അതിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് കരഞ്ഞു എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതാണ് ഈ കൊട്ടാരത്തിൽ അകപ്പെട്ടു രാജകീയമായ ജീവിതം മറ്റുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ ആ സ്വാധീനമുള്ള ആളുകള് നിരപരാധികളെ ശിക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. ഇനി 36-ാമത്തെ ആയത്താണ്. അത് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.